എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഫാമിലിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു വീക്കെൻഡ് ആട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ടുള്ളൊരു വീക്കെൻഡാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പുറത്ത് പോയേക്കാം, ഇന്ന് മോളിൽ പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഓൾറെഡി ഈ മോള് കണ്ടിട്ടുണ്ടാവും, ആംബിയൻസ് മോൾ. എൻ്റെ ചേച്ചിയൊക്കെ വന്ന സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോകാമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ വേറൊരു മോളിൽ പോകാമെന്നാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നമുക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. തനിക്കുട്ടിയുടെ അച്ഛമ്മ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് കാശൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതല്ല, നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ, അവൾക്കൊരു ഒരു ചപ്പൽ മേടിക്കാനുണ്ട്, പിന്നെ എന്താ ഒരു ബോട്ടിൽ മേടിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ നമുക്ക് PF ചാൻസ് പോണം ഗൈസ്. PF ചാൻസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചൈനീസ് റെസ്റ്റോറൻറ്റ്. അപ്പം ശ്രീ പറഞ്ഞു നമുക്ക് അവിടെ പോയാലോ, അവിടെ പോയി ഫുഡ് കഴിച്ചാലോ എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സമയം 3:10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളും വായോ നമ്മുടെ കൂടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ റെഡി ആവാം. തനിക്കുട്ടിയെ ഞാൻ കുളിപ്പിച്ച് സെറ്റാക്കി അവിടെ റെഡിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് റെഡി ആവണം. അപ്പോൾ നമുക്ക് റെഡി ആവാൻ പോവാം. സോ വെൽക്കം ടു അനദർ വ്ലോഗ്. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇങ്ങനെയാണ് റെഡി ആയിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് റെഡി ആയിരിക്കുന്നത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് സാറ്റർഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ലഞ്ചൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണം. അങ്ങനെ ഞാൻ കുറച്ചധികം ഉണ്ട്, അപ്പോൾ നമുക്ക് സൺഡേത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ മീൻകറി വന്നിട്ട് ഞാൻ ചൂടാക്കി വെക്കുന്നുണ്ട്. തനിക്കുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, ഫുൾ നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ഞാൻ പകുതി എടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഞാൻ ഉടച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സിൻ്റെ പൊടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഗോതമ്പിൻ്റെ പൊടിയാട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസി വരും. വന്നില്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് അതിനെ സെറ്റാക്കാം. എനിക്ക് പാലൊഴിക്കേണ്ടി വന്നില്ലെങ്കിലും കറക്റ്റായിട്ട് വന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് പട്ടേര പൊടിയും കൂടെ എടുക്കാം. ഞാൻ ഇവിടെ തപ്പുന്നതിൽ എൻ്റെ ലൈറ്റർ കാണാമല്ലോ, എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പല സാധനങ്ങളും കാണാനുണ്ടാവും. പിന്നെ കുറച്ച് മധുരത്തിനായിട്ട് ഞാൻ ശർക്കര കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ദോശ പാനിൽ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യൊക്കെ യൂസ് ചെയ്തിട്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കുറച്ച് ബിസ്ക്കറ്റുകളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ വേഫേഴ്സ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശ്രീ UK പോയ സമയത്ത് കുറച്ച് സ്നാക്സ് അവൾക്ക് വേണ്ടി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ തവണ സമയത്ത് പോയപ്പോഴും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ചോക്ലേറ്റ് ഒരുപാട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൈസ ചോക്ലേറ്റിനായിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ചോക്ലേറ്റ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ പറഞ്ഞു ചോക്ലേറ്റ് മേടിക്കരുത്, ഒരുപാട് കുറച്ചേ മേടിക്കാവുള്ളൂ. അപ്പോൾ കുറച്ച് തനുവിന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പോകാൻ നേരത്തെ കുറച്ച് ഞാൻ ബോഡി ഓയിൽ നമ്മുടെ കാലിലേക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. നല്ല ഷൈനൊക്കെ ഉണ്ടാവും അന്നേരം. അപ്പം അതിനായിട്ട് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തു. അതിനിടയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. തനിക്കുട്ടി കണ്ടു ബാക്കിൽ കിടന്ന് ഇങ്ങനെ ഞെളിയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ബോറടിച്ചിട്ടാണ്. അപ്പം ഞാൻ പിന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തപ്പോഴത്തേനും പിന്നെ അതും വെച്ച് കുറേ നേരം ഇരുന്നു കേട്ടോ. നമ്മൾ ആംബിയൻസ് മോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്കായിരുന്നു. നമുക്ക് ഡൗട്ടായിരുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന്. ഞാൻ വിചാരിച്ച് മിക്കവാറും അവിടെ നിന്ന് പോകേണ്ടി വരും. കാര്യം അത്രയും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. നേരം പിന്നെ ഇത് ചെക്കിങ്ങും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറേ ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. 2-3 ഗേറ്റിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും. പിന്നെ നമ്മൾ ഏതോ ഒരു ഗേറ്റിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്ക്. അങ്ങനെ നമ്മൾ ആംബിയൻസ് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു ഗൈസ്. ഇപ്പം തന്നെ കുട്ടിയുടെ കാലിൽ ഒരു ചെരുപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സൂക്ഷിച്ച് നോക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അവളുടെ ഒരു ചെരുപ്പ് കാണാനില്ല. അതായത് ഇവിടെ എവിടെയോ ആണ് അവളുടെ ഒരു ചെരുപ്പ് പോയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് അവളുടെ ഇപ്പം ഇട്ടിരിക്കുന്ന ചപ്പലുണ്ടല്ലോ, അത് പുറത്തേക്ക് ഔട്ട്ഡോറിൽ കളിക്കാനായിട്ട് വൈകിട്ടൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്തിട്ട് പുതിയത് ഒന്ന് മേടിക്കുമ്പോഴത്തേന് അത് നമുക്ക് അല്ലാണ്ട് വെളിയിലൊക്കെ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു കല്ല് കണ്ടോ, ഒരു കല്ല് ചെരുപ്പില്ല, പോയി. ഇത് ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ കാണുന്നത് പോയി. അങ്ങനെ ആദ്യം ഞാൻ തപ്പാനായിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് മറ്റേ നമ്മുടെ വേസ്റ്റ് ബോക്സിലെല്ലാം ഇട്ടിട്ടുണ്ടാവും.
പിന്നെ നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് ശ്രീ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീ പോയി. അങ്ങനെ ഞാനും തനിക്കുട്ടിയും കൂടെ മദർ കെയർ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ചിക്കുവോ അങ്ങനെ കൊണ്ട് ഒരു ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് ഒരു സാധനം ഇല്ല, എന്നുവെച്ചാൽ ബേബീസിനുള്ള സാധനങ്ങളാണ് ഉള്ളത്. തനിക്കുട്ടിക്കുള്ള ചപ്പലൊന്നുമില്ല കേട്ടോ. അത്രയും പുറത്തേക്കിടാനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീക്കാണെങ്കിൽ അതിനിടയ്ക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് മെക്ഡൊണാൾഡ്സിൽ ഓടിയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പിന്നെ അവിടെ വന്നിട്ടാണ് മീറ്റ് ചെയ്തത്. കഴിക്കാൻ പറ്റിയില്ലായിരുന്നല്ലേ, അതുകൊണ്ട് ഒരു ബർഗർ പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വാങ്ങിച്ച് എനിക്ക് വിശപ്പ് തീർന്നിട്ടില്ല, എല്ലാം ഇവള് കഴിച്ചു തീർത്തു. കൊള്ളാടാ ചെറിയ. നമുക്ക് ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ PF Chang's. നമ്മൾ എങ്ങോട്ടാ പോണേ? PF Chang's. തനിക്കുട്ടിക്ക് ആവശ്യമുള്ള സാധനം ഇല്ല ഗൈസ്. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. അവിടുന്ന് നമ്മൾ ആംബിയൻസ് മോളിൽ നിന്ന് സൈബർ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തനിക്കുട്ടിക്ക് താഴെ ഇറങ്ങണം, ഓടണം, നടക്കണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമുക്ക് അവൾ കയ്യിലങ്ങനെ ഇരിക്കൂല. പക്ഷെ നമുക്ക് താഴെ വിടാനും നിവൃത്തിയില്ല, കാരണം ചെരുപ്പില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ഇതിൻ്റെ അടുത്ത് തന്നെ ശ്രീ അതാ നോക്കണത്, ഇവിടുന്ന് ഇതിൻ്റെ അടുത്ത് തന്നെ വല്ല ഫസ്റ്റ് ക്രൈ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് സാധനം മേടിക്കാൻ വിചാരിച്ചു. പക്ഷെ നമ്മുടെ സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ ഓട്ടോയിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ സ്ട്രോളർ PF Chance'ൽ അവർ അവിടെ വച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോവാണ്, ഒരു ഓട്ടോ യാത്ര നടത്താൻ പോവാണ്. അമ്മയ്ക്കൊരു ഉമ്മ തരുമോ? गोल्फ हाउस रोड पे रहेंगे। हाँ, गोल्फ हाउस रोड पे കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഓട്ടോയിൽ കയറുന്നത്. തനിക്കുട്ടി ഓട്ടോയിൽ കയറിയിട്ട് ഇങ്ങനെ ഈ ഓട്ടോയിൽ ഇരിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു കാറ്റൊക്കെ അടിക്കില്ലേ, അന്നേരം കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേനും അവൾക്ക് നല്ല കണ്ണുകളൊക്കെ ഇങ്ങനെ അടയുന്നുണ്ട്, അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്ക് ഓട്ടോയിലുള്ള കുറച്ച് യാത്രയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 6 to 6 minutes അങ്ങനെ കണ്ടുള്ളൂ ഫസ്റ്റ് ക്രൈ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് നേരം ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഈ കാണുന്ന മോളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മെഗാ മോൾ എന്നാട്ടോ പേര്. നമ്മുടെ സൈബർ സിറ്റിയിൽ നിന്ന് ഒരു 6 to 7 minutes അങ്ങോട്ടേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഇതിൻ്റെ ഉള്ളിലൊരു ഫസ്റ്റ് ക്രൈ ഉണ്ടെന്നാണ് പറയണത്. പക്ഷേ സംഭവിച്ചത് എന്താ വെച്ചാൽ ഫസ്റ്റ് ക്രൈ ചെറിയ ഫസ്റ്റ് ക്രൈ ആണ്. പക്ഷെ തനുവിൻ്റെ കാലിനുള്ള സൈസിനുള്ള ചപ്പൽസും ഒന്നും അവിടെ ഇല്ല, എല്ലാം വലിയ സൈസാണ്. കളക്ഷനും കുറവാണ്. ചെറിയ ഫസ്റ്റ് ക്രൈ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നമുക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് അടിപൊളി ഡ്രസ്സും സാരീസും ചപ്പൽ വെയർസും ഒക്കെ ഇവിടെ എല്ലാ ഷോപ്പും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു സിൽവർ ജ്വല്ലറീസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെ ജയ്പൂർ കുർത്തീസൊക്കെ കിട്ടുന്ന, അതും അടിപൊളി പ്രിൻ്റാണ്, നല്ല പ്രിൻ്റാണ് കാണാനായിട്ടൊക്കെ. നല്ല രസമുണ്ട്, ഒരുപാട് ഡ്രസ്സുണ്ട് കേട്ടോ. സാരീസൊക്കെ എന്തോരം ഭംഗിയാണെന്നറിയോ, എനിക്കറിയത്തില്ല അത്. പിന്നെ അതുപോലെ ഞാനൊരു ബൊട്ടിക്കാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പാസ് ചെയ്തപ്പോൾ ഞാൻ കണ്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനത്തെ എല്ലാ നമുക്കുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു മോളം കണ്ടായിരുന്നത്. കണ്ട ഈ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയില്ല. ഈ ഒരു സൈഡ് ഞാൻ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഒരു ഇവിടെ ഒരു സാരി കാണാം, നല്ല ഭംഗിയുണ്ട് സാരി. ഈ ബ്ലൂ ഷെയ്ഡുള്ള ഈ ഡ്രസ്സും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേ ഒരു ബ്ലൂ ഷെയ്ഡുള്ള സാരി, പിന്നെ ഇവിടെ 2 മസാജ് സെൻറ്റേഴ്സും കൊണ്ടുണ്ട്. അതുപോലെ ഇവിടെ മെറ്റീരിയൽസും കിട്ടും കേട്ടോ. സാരിയുടെ അല്ല, നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയൽസും അങ്ങനെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഡ്രസ്സിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും. അടുത്ത ഫ്ലോറിൽ തന്നെ മോംസ് ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഷോപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളതേ ഒരു ബോട്ടിൽ മേടിച്ചു, അവൾക്കൊരു ക്യാപ്പ് മേടിച്ചു കേട്ടോ. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സിൽ തന്നെ ഈ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഇവിടെയും ഉണ്ടായിരുന്നില്ല. ചപ്പലുണ്ടെങ്കിലും ഇതില്ല അല്ലേ, അതിന്റെ അടിയിൽ സ്ട്രോങ് അല്ലേ? എവിടെയാ ഇവിടെ ചപ്പലില്ല. മറ്റേ ഷൂ ആണെങ്കിലും അല്ല, സോളില്ല. മറ്റേ പ്രീ വാക്കിംഗ് ഷൂസ് ആണ്, നമ്മളെ വീട്ടിൽ ബേബി ആയിട്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഷൂസ് ആണ്. അതെ അതെ, ഭയങ്കര ഉമ്മ കൊടുക്കാനാണ്. അപ്പയ്ക്ക് ഉമ്മ കൊടുക്കോ? ഇല്ല, ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് അതെ, ഒരു 300 രൂപയുടെ ചെരുപ്പ് വാങ്ങാനായി നമ്മൾ 300 രൂപ ഓട്ടോ കാശും കൊടുത്ത് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതുവരെ ചെരുപ്പ് കിട്ടിയില്ല. നല്ല സ്ഥലം കാണാൻ പറ്റിയ. അതെ, സ്ഥലം കാണാൻ പറ്റും. സാധാരണ സ്ത്രീ വണ്ടി ഓട്ടിക്കുമ്പോഴത്തേന് സ്ത്രീകളൊന്നും കാണാൻ പറ്റില്ല എന്നാണ് പരാതി. അതെ, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും പാർക്കിംഗ് ഫീസ് കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. പക്ഷേ പാർക്കിംഗ് ചാർജ് 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 300 രൂപ ഓട്ടോയിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 60 രൂപ ലാഭിക്കാൻ നമ്മൾ 300 രൂപ ചിലവാക്കാനും തയ്യാറാണ്. എന്നിട്ട് ഈ ചെരുപ്പിടാൻ പോണ പനിക്കുട്ടിയുടെ കാര്യം നോക്കി സുഖ ഉറക്കം. എന്നിട്ട് നമ്മൾ പോവുകയാണ്. ഡോറയുടെ പ്ലാനാണ്. ചെരുപ്പ് എവിടെ? DLF ഇറക്കി വിടാന്ന് പറഞ്ഞിട്ടാണ് ചെരുപ്പ് കപ്പി ഇറക്കിയത് അല്ലേ? ഇപ്പൊ ചെരുപ്പും മാറ്റില്ല, അവർ ഉറങ്ങുകയും ചെയ്ത് ഓട്ടോ കാശും പോയി. ഇതാണ് നമ്മുടെ പൂജയുടെ ബുദ്ധി. ഓൺ മൈ വേ വിത്ത് പൂജ. ഞാനാണല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇതേ നമ്മളിപ്പോൾ വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം ധൃതിയിലായിരുന്നു. അവിടുന്ന് കുറച്ച് ഡ്രൈവ്, നമ്മൾ നേരത്തെ മുന്നേ കണ്ട ഷോപ്പില്ല, അവിടുന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 20 മിനിറ്റ്സോളം കണ്ടായിരുന്നു. ഹൂഡ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാർക്കറ്റിൽ പോയതാണ്. അവിടെ ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്നുള്ളത് കേട്ടോ. ഞാൻ അവൾക്ക് ഈ ബ്ലോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് കളിക്കാനായിട്ട് ഈ ബ്ലോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഇതെന്താ സാധനം? അയ്യോ, ഇത് മറ്റേ ഷേപ്പ് സോർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 ടോയ്സ് അവൾക്ക് മേടിച്ചു. എന്നിട്ട് അവൾക്ക് മേടിച്ച് അല്ല ഷൂ ആട്ടോ, ഷൂ മേടിച്ചു. ഒരു പുറത്തിടാൻ പറ്റുന്ന അടിപൊളി ഷൂ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു യെല്ലോ കളർ അവൾക്ക് സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ചപ്പലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അവിടെ നമ്മൾ ആ ഹുഡ മാർക്കറ്റിൽ പോയപ്പോൾ PF ചാൻസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, അവരെ വിളിച്ചിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അവരിങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഹുഡ മാർക്കറ്റ് വെച്ചാൽ കുറച്ച് തിക്കും തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഓട്ടോയിലാണ് പോയെങ്കിലും തിരിച്ച് നമുക്ക് ഓട്ടോ കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയമൊക്കെ പോയി അവിടെ നിന്നിട്ട്. എന്നിട്ടാണ് നമ്മൾ ഇവിടെ പറന്നെത്തിയത്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു ഇവിടെ. നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? എല്ലാം കിട്ടി. ജസ്റ്റ് മിസ്സായിരുന്നു. കുറച്ചും കൂടെ ലേറ്റ് ആയിരുന്നു അവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് തന്നെ. പക്ഷെ എന്താളുണ്ടെന്ന് കണ്ടോ? അവിടെ ആള് അല്ലേ? അതെ, അങ്ങനെ നമ്മുടെ ഡൈനാമിക് പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ വിനോദന ലക്ഷ്മി ചേച്ചിനോട് പറഞ്ഞായിരുന്നു, അപ്പം റിപ്ലൈ ഒന്നിട്ടില്ല. അന്ന് കഴിച്ച അതേ ടേസ്റ്റ് ആണോ നമുക്ക് നോക്കാവേ, അടിപൊളിയാണോ നോക്കാം.
അങ്ങനെയുണ്ട് ഇച്ചിരി അന്ന് കഴിച്ചത് ടേസ്റ്റാ. നീ ഞാൻ കഴിച്ചു നോക്കട്ടെ. അങ്ങനെ ദേ നമ്മുടെ പ്രോൺസ് അന്ന് കഴിച്ച പ്രോൺസിൻ്റെ ഐറ്റം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതുപോലെ പിന്നെന്താ ഓറഞ്ച് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അതുണ്ടായിരുന്നല്ലോ, ഓറഞ്ച് ചിക്കൻ, അതും നല്ലതായിരുന്നു. അതും സെയിം ടേസ്റ്റ് ആയിരുന്നു, അതും വലിയ തലക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഫ്രൈഡ് റൈസ് മേടിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് അത് ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. പക്ഷേ ഇപ്രാവശ്യം അത് മേടിച്ചപ്പം അതിന് നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, ഒരു ഫ്ലേവറും ഇല്ലാത്ത ഒരു റൈസായിരുന്നു. എന്താണ് അവരങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കാര്യം അറിയില്ല. സ്ട്രോബെറി ലൈമേഡ്. അടിപൊളി. ഞാൻ സാധാരണ നോർമൽ കോഫി എപ്പോഴേ പറഞ്ഞു ഓർഡർ ചെയ്യാൻ. എപ്പോഴും ഞാൻ ഇങ്ങനെ സാധനം വാങ്ങിക്കുമ്പോൾ കൊള്ളത്തിലായിരിക്കും. ഇതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഉള്ളത് ഫ്രൈഡ് റൈസ്. വെള്ളം തരുമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്ത്രീ ഫുഡ്? ഇഷ്ടമായോ? റൈസ് എത്ര പോരായിരുന്നു, അന്നത്തെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ? ബാക്കിയെല്ലാം അന്ന് നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്ത പയ്യനാണ് അതായിരിക്കും. ദേ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അതേ തന്നെ കുട്ടീനെ ഞാൻ വിട്ടിട്ടുണ്ട്. ദേ പുതിയ ചപ്പലിട്ടിട്ട് അവളുടെ ആദ്യത്തെ വീഴ്ച തന്നെ. എന്ന് വെച്ചാൽ അവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നിന്നിട്ട് ക്ലാപ്പ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയോ അവളുടെ ഇഷ്ടത്തിനൊക്കെ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദേ ബില്ലൊക്കെ ചെയ്തിട്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ അപ്പയും മോളും തമ്മിലുള്ള കളികളായിരുന്നു. അപ്പോൾ അതേ അവിടെ നിന്ന് പോയി പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അവിടെ കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പിടിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് അപ്പയ്ക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അവളെ നോക്കാനായിട്ട്. ഞാനല്ലേ എന്ന് നോക്കണേ, അതുകൊണ്ട് അപ്പയ്ക്ക് ഇന്ന് കൊടുത്തു. അതേ രണ്ടാമത്തെ വീഴ്ച. ഇവള് ഈ വീഴുന്ന കാണുമ്പോൾ എനിക്ക് മറ്റേ ഒരു സിനിമയിൽ കിളിച്ചുണ്ട മാമ്പഴത്തിലൊരു സീനുണ്ട്, സലീം കുമാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ് കളിക്കുന്ന പരിപാടി. അപ്പോൾ എനിക്ക് അതാണ് ഇവളെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് വേറെ ദിവസം വേറെ വ്ളോഗിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ.